ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് NAVS സീനിയർ സെക്കൻഡറി മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇപ്പോൾ റിലേഷൻ എന്താണ് എന്ന് മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. എന്താണ് ഒരു റിലേഷൻ, എന്താണ് ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു റിലേഷൻ എന്നുള്ളത് നമ്മൾ സാധാരണ പറയാറുള്ള രണ്ട് ഒബ്ജക്റ്റുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ റിലേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചില എലമെന്റുകൾ ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില സിമ്പലുകൾ ഉപയോഗിക്കേണ്ടി വരും. ആ സിമ്പലുകളെല്ലാം കൂടിച്ചേർന്നതാണ് ഈ പറയുന്ന റിലേഷൻ എന്നുള്ള ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എ എന്ന് പറയുന്നു, ബി എന്ന് പറയുന്ന വ്യക്തികൾ. ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ സഹോദരങ്ങളാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരുടെ ബന്ധം സൂചിപ്പിക്കുന്നത് ബ്രദേഴ്സ് എന്നുള്ള റിലേഷനാണ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ ഫംഗ്ഷനും ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ്. റിലേഷൻ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനായിട്ട് മാറുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഫംഗ്ഷനിൽ പറയുന്നത്. ഇപ്പോൾ റിലേഷനിൽ പറഞ്ഞു വരുമ്പോൾ നമുക്ക് അതിനോടനുബന്ധിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഇത് പറയണമെങ്കിൽ നമുക്ക് പ്രീ റിക്വസൈറ്റ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് നമ്മൾ റിലേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു സെറ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. അവിടെ തന്നെ നമുക്ക് എന്ത് വേണ്ടി വരും? ഒരു ഓർഡേർഡ് പെയർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. നമുക്കൊരു റിലേഷൻ്റെ എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു റിലേഷൻ എന്നുള്ളത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതും അതെങ്ങനെ ആൻസർ കാണാം എന്നുള്ളതുമാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. നോക്കൂ, എ എന്നുള്ളത് ഒരു സെറ്റാണ്, ബി എന്നുള്ളത് അടുത്തൊരു സെറ്റാണ്. എ എന്നുള്ള സെറ്റിലുള്ള എലമെന്റുകളാണ് 2, 4, 5, 6, 7. ബി എന്നുള്ള സെറ്റിലുള്ള എലമെന്റുകളാണ് 2ഉം 3ഉം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. ഇനി ഈ രണ്ട് സെറ്റുകളും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എ എന്ന സെറ്റും ബി എന്നുള്ള സെറ്റും തമ്മിലുള്ള റിലേഷൻ, ഈ റിലേഷൻ എങ്ങനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. നോക്കൂ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് റിലേഷൻ നമ്മൾ സൂചിപ്പിക്കാറുള്ളത് സാധാരണ ആർ കൊണ്ടാണ്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു, അപ്പോൾ ആർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നു ഒരു റിലേഷൻ, ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ. ആർ ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി. അതായത് ഈ പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ആയിട്ടാണ് നമുക്ക് ഈ പറയുന്ന റിലേഷൻ ലഭിക്കുന്നത്. അപ്പൊ അതിൽ എയും ബിയും ഉണ്ടാവും. സച്ച് ദാറ്റ് എ ഈസ് എൻ എലമെന്റ് ഓഫ് എ, ബി ഈസ് എൻ എലമെന്റ് ഓഫ് ബി. അതായത് ഇവിടെ നമുക്ക് ഇതിന്റെ റിലേഷന്റെ അവസാനം നമുക്ക് കിട്ടുന്നത് ഒരു ഓർഡേർഡ് പെയർ ആയിരിക്കും. ആ ഓർഡേർഡ് പെയറിൽ എ ബി എന്നുള്ള എലമെന്റ്, അല്ലെങ്കിൽ അതിന് പകരം കുറച്ച് എലമെന്റുകൾ വരും. അതിൽ ഒന്നാമത്തെ എലമെന്റ് എന്നുള്ളത് ഏതിനോട് ബിലോങ്സ് ടു ആയിരിക്കും? നമ്മുടെ സെറ്റ് എയിലുള്ള ഒരു എലമെന്റ് ആയിരിക്കും. ബി എന്നുള്ളത് സെറ്റ് ബിയിലെ ഒരു എലമെന്റ് ആയിരിക്കും. അത് മാത്രമായിട്ടുള്ള കണ്ടീഷൻ എന്താണ്? അടുത്ത കണ്ടീഷൻ, എ ഈസ് ഡിവിസിബിൾ ബൈ ബി. എയിലുള്ള എലമെന്റുകളെ നമുക്ക് ബി കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ളവയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, എയിലുള്ള എലമെന്റുകളെ ബിയിലുള്ള എലമെന്റ് കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയുള്ള ഏതൊക്കെ എലമെന്റുകൾ ഉണ്ടോ അതാണ് ഈ പറയുന്ന ആർ എന്നുള്ള റിലേഷൻ. നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് രണ്ട് വരക്കുകയാണ്. ഇത് എ എന്നുള്ള സെറ്റാണ്, ഇത് ബി എന്നുള്ള സെറ്റാണ്. അപ്പൊ നമുക്കറിയാം 2, 4, 5, 6, 7 ഈ പറയുന്ന എലമെന്റുകളാണ് എ എന്നുള്ള സെറ്റിലുള്ളത്. ബി എന്നുള്ള സെറ്റിലുള്ളത് 2ഉം 3ഉം ആണ്. അപ്പൊ നമുക്ക് നോക്കൂ, ഒരു ഓർഡേർഡ് പെയർ വേണം. ഓർഡേർഡ് പെയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, അതിൽ രണ്ട് എലമെന്റുകളും ഉണ്ടാവും. നോക്കൂ, ഇവിടെ 2ഉം 2ഉം ചെയ്യാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ പറയുന്ന 2നെ ഇവിടെയുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ നോക്കൂ, 2 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ ലഭിക്കുന്നുണ്ട്, റിമൈൻഡർ വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് എന്ത് ചെയ്യാം?
ഒരു റിലേഷൻ ആയിട്ട് പരിഗണിക്കാം. അപ്പോൾ ടു എന്നുള്ളത് ഒരു റിലേഷൻ. നോക്കൂ അടുത്തത് 4 2 ചെയ്താലും അത് തന്നെയാണ് നമുക്ക് വരുന്നത്. നോക്കൂ 4 2 എന്ന് പറയുമ്പോൾ 4/2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 കിട്ടുന്നു. അപ്പോൾ അതും നമുക്ക് ലഭിക്കുന്നു 4. ഇനി നോക്കൂ 5 2. ഈ 5 2 ചെയ്യാൻ സാധിക്കുമോ? ഈ 5/2 വരുമ്പോൾ നമുക്ക് 2.5 ആണ് ആൻസർ ലഭിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് വരുന്നത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ റിലേഷന്റെ കണ്ടീഷൻ എന്തായിരുന്നു? റിലേഷന്റെ കണ്ടീഷൻ എ ഈസ് ഡിവിസിബിൾ ബൈ ബി എന്നുള്ളത് അത് ഇവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അതുകൊണ്ട് 5 2 നമുക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. അടുത്ത നോക്കൂ 6 2. 6/2 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 2 നമുക്കത് ആൻസർ ആണ്. ഇനി നോക്കൂ, അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. അടുത്ത നോക്കൂ 7 2 ചെയ്യാൻ പറ്റില്ല. 7/2 എന്ന് പറയുമ്പോൾ 3.5 ആണ് വരുന്നത്. അതും ആൻസർ ആയിട്ട് നമുക്ക് ഈ റിലേഷൻ ആയിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല. ഇനി അടുത്തത് നോക്കൂ 2 3 നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. 4 3 നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? പോയിന്റ് ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 5 3 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 5/3 ആണ് വരുന്നത്. അതും നമുക്കത് ചെയ്യാം, റിലേഷൻ ആയിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല. 6 3 ചെയ്യുമ്പോൾ 6/3 എന്നുള്ളത് 2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്ര വരാം? 6/3 വരുന്നു. ഓക്കെ. 7/3 വരുന്നില്ല. കാരണം 7/3 വരുമ്പോൾ 2 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. അതും ഈ പറയുന്ന റിലേഷനിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന റിലേഷന്റെ, അതായത് ആർ എന്നുള്ള റിലേഷനിലെ എലമെന്റുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് വരുന്നത്. അപ്പൊ നോക്കൂ, എ ബി എന്ന് പറയുന്ന റിലേഷൻ സെറ്റുകളുടെ റിലേഷൻ തമ്മിൽ നോക്കുമ്പോൾ എ ബി ആയിട്ടാണ് വരുന്നത്. അതിൽ എ എന്നുള്ളത് ഫസ്റ്റത്തെ സെറ്റ്, എ എന്ന സെറ്റിലും ബി എന്നുള്ളത് അടുത്ത സെറ്റിലെ എലമെന്റുകളായിരിക്കണം. അതുപോലെ എ ഈസ് ഡിവൈഡഡ് ബൈ ബി ആയിരിക്കണം. ഈ 2 എന്നുള്ളത് ഇവിടുത്തെ സെറ്റിലെ എലമെന്റ് ആണ്. ഇവിടെ ഈ ബി എന്നുള്ള സെറ്റിലെ എലമെന്റ് ആണ്. 4 എ സെറ്റിലേതാണ്, 2 സെക്കൻഡ് സെറ്റിലേതാണ്, 6 ഫസ്റ്റ് സെറ്റിലേതാണ്. അതുപോലെ തന്നെ 2 എന്നുള്ളത് സെക്കൻഡ് സെറ്റ്, 6 3. ഇതെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് ഈ പറയുന്ന റിലേഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ അതിൻ്റെ റിസൾട്ടായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിലേഷൻ നമുക്ക് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 സെറ്റ് എന്നുള്ളത്. 2 സെറ്റുകൾ തന്നാൽ അവയുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെ കാണാമെന്നുള്ളത് നോക്കൂ. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുകൾ 1 2 ആണ്. ബി എന്നുള്ള സെറ്റിലെ 3 4 5 ആണ്. അവ തമ്മിൽ ക്രോസ് ചെയ്താൽ എന്താണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സെറ്റുകളുടെ ബേസിക് മനസ്സിലാക്കി എന്താണ് റിലേഷൻ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ പറയുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെയാണ്, നമ്മുടെ റിലേഷൻ എന്താണ്, ഫംഗ്ഷൻ എന്താണ്, കോഡൊമെയിൻ എന്താണ് എന്നൊക്കെ കാര്യങ്ങൾ വിശദമാക്കുന്ന വീഡിയോസ് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോകൾക്കും അതുപോലെ ഈ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഉടൻ തന്നെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.